Hi all, welcome back to Life at UK channel. Life at UK channel കൂടുതലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് UK റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസും മറ്റുമൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും മറ്റുമൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. പ്ലസ് ട്രാവൽ, ഫുഡ് ആൻഡ് ജോബ്സ് വീഡിയോസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഷോപ്പ് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഒഫൻസ് ഉണ്ട്. UK കാനഡയിലായാലും ഓസ്ട്രേലിയയിലായാലും US ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഷോപ്പ് ലിഫ്റ്റിംഗ് നമ്മുടെ ഈ ഷോപ്സിലും സൂപ്പർ മാർക്കറ്റ്സും ഉള്ള ഷോപ്സിലും മറ്റുമൊക്കെ ആൾക്കാർ കയറിയിട്ട് അവിടെ നിന്നുള്ള പ്രോഡക്ട്സ്, ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, ലിക്കർ ആയിരിക്കാം, ആൽക്കഹോൾ ആയിരിക്കാം, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവര് ആരും അറിയാതെ അവരുടെ ജാക്കറ്റിന്റെ പോക്കറ്റിലും പലയിടത്തും ഒളിച്ചു വെച്ചിട്ട് തിരിച്ച് സെക്യൂരിറ്റിയെ വെട്ടിച്ച് വെളിയിൽ പോകാറുണ്ട്. ഇത് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണ്. ബട്ട് ഈ ഇടയായിട്ട് ഇത് ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇതൊക്കെ യൂഷ്വലി ഇങ്ങനത്തെ ഈ ഷോപ്പ് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുന്നവരൊക്കെ ഇവിടുത്തെ UK സിറ്റിസണോ അല്ലെങ്കിൽ ആ രാജ്യത്തെ സിറ്റിസൺസ് ആയിരുന്നു. അവരെല്ലാം ഈ ജോബ്ലെസ്സും ഹോംലെസ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് റീസെന്റ് കിട്ടിയ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് ഏഷ്യൻസ് ഇതിൽ കുറച്ച് ഇൻവോൾവ് ആവുന്നുണ്ട്, ഷോപ്പ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ പിടിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് UK പിന്നെ US ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. US രണ്ട് പെൺകുട്ടികൾ, പഠിക്കാൻ വന്ന പെൺകുട്ടികൾ, അവരെ ഇതേപോലെ ഷോപ്പിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അവര് സാധനത്തിന്റെ പേയ്മെന്റ് സ്കാൻ ചെയ്തിട്ട് എന്തോ ഇഷ്യൂ കാരണം അത് പേയ്മെന്റ് ചെയ്യാൻ പറ്റാതെ, പേയ്മെന്റ് ചെയ്യാനുള്ള ക്യാഷ് കയ്യിലില്ലാതെ അങ്ങനെ വെളിയിൽ പോയി ക്യാഷ് എടുക്കാനോ ATM ക്യാഷ് എടുക്കാനോ കണ്ട് പോയപ്പോൾ സെക്യൂരിറ്റി പിടിക്കുകയും സെക്യൂരിറ്റി നോക്കിയപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ പൈസ പേയ്മെന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അവർ പോലീസിനെ വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ ഒരു ഇൻസിഡന്റ് ഈ അടുത്ത 2 വീക്സിനുള്ളിൽ UK നടന്നു. സോ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ പേയ്മെന്റ് ATM വഴി കാർഡിൽ പേയ്മെന്റ് ആവാത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിൽ പോയി ATM പൈസ എടുത്തിട്ട് വരും. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ആ സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ പ്രോഡക്റ്റ് പ്രോപ്പർട്ടിയുടെ ആ ഷോപ്പിന് വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സ്കാനിങ്ങിലൂടെ അതിന് അലാറവും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ സെക്യൂരിറ്റി പിടിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു 2 ഇയേഴ്സ് ഒക്കെ ബാക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 1 ഇയർ ബാക്കിലൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത്, ഇവർ ആ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇവരെ വാൺ ചെയ്ത് വിടുകയും പിന്നെ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നവരെ മാത്രം പോലീസ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പോലീസിനെ വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ഇങ്ങനത്തെ എന്ത് പ്രശ്നം വന്നാലും അവരെ സെക്യൂരിറ്റി പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കോർട്ടായി പിന്നെ ജയിലായി. അത് സ്ട്രിക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പം ഇങ്ങോട്ട് പുതിയതായിട്ട് വരുന്നവരും ഇപ്പം ഇവിടെ പുതിയതായിട്ട് എത്തിയവരും അറിയാൻ വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് ഇത് പാസ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മേടിക്കുക, സ്കാൻ ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക, എന്നിട്ട് വെളിയിൽ പോവുക. ഇല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഫുള്ളായിട്ട് അവിടെ വെക്കുക, ഒരു പ്രോഡക്റ്റ് പോലും കൈ കാണല്, വെളിയിൽ പോയി ATM പൈസ എടുത്തിട്ട് ഒന്നേന്ന് ബാഗ് ചെയ്ത്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അവിടെ വെച്ചിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് പിന്നെ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്തിട്ട് വരിക. പേയ്മെന്റ് ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ആ ഷോപ്പിന്റെ ഡോറിന്റെ അവിടെ പോകില്ല. അവിടെ സ്കാൻ ചെയ്ത് ഒരു അലാറം ഉണ്ടാവും. അതിനനുസരിച്ച് സെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലീസ് പിടിക്കുകയും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളാണ് നടക്കുന്നത്. ഏഷ്യൻ കമ്മ്യൂണിറ്റിയിൽ ഇതിപ്പം ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അറിയിക്കുന്നത്. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന പുതിയ ആൾക്കാർക്ക് പെട്ടെന്നത്
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെ നാട്ടിൽ അങ്ങനെ ഒത്തിരി ശീലിച്ചുള്ളുണ്ട്. നമുക്ക് വെളിയിൽ പോയി ATM ന്ന് പൈസ എടുത്തിട്ട് വന്നിട്ട് പേയ്മെന്റ് ചെയ്യാം, അങ്ങനത്തെ ഉള്ള പ്രിവിലേജ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഇതിപ്പം ഒത്തിരി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ്. ഇതൊന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇതിട്ട്. പുതിയതായിട്ട് വരുന്നവർക്കും ഇവിടെ ഇപ്പം പുതിയതായിട്ടുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ പുതിയ ഇൻഫർമേഷനുമായിട്ട് ഇനി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.